ഹായ് ലേണേഴ്സ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മസ്റ്റാണ്. മസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ വെർബാണ്. നിത്യജീവിതത്തിൽ ഒത്തിരി ഇടങ്ങളിൽ നമ്മൾ ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് മസ്റ്റിൻ്റെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്പൾഷൻ, മലയാളത്തിൽ പറഞ്ഞ നിർബന്ധമുള്ളൊരു കാര്യം പറയാനാണല്ലോ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുക. അത് കൂടുതൽ ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. എവ്രി വൺ മസ്റ്റ് ഫോളോ ദ റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും നിയമങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. എവ്രി വൺ മസ്റ്റ് ഫോളോ ദ റൂൾസ്. അപ്പോൾ ആ ഒരു നിർബന്ധം, ഒരു കമ്പൾഷനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും നിയമങ്ങൾ പാലിക്കണം, ചെയ്യണം. യു മസ്റ്റ് വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നീ കൈകൾ കഴുകണം. അതൊരു നിർബന്ധമാണ്, ഒരു കമ്പൾഷനാണ്. സ്റ്റുഡൻസ് മസ്റ്റ് വെയർ ദ യൂണിഫോം. വിദ്യാർത്ഥികൾ യൂണിഫോം ധരിക്കണം. അത് നിർബന്ധമാണ്, കമ്പൾഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസ്റ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നിർബന്ധമായിട്ട് കമ്പൾഷൻ പറയാനാണ് മസ്റ്റ് ഉപയോഗിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ഒരു ഒബ്ലിഗേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത പറയാൻ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ്? യു മസ്റ്റ് റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, യു മസ്റ്റ് റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഓക്കെ, സോറി, ഇതൊരു ബുള്ളറ്റാണ്. ഓക്കെ, യു മസ്റ്റ് റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ്. നിങ്ങളുടെ അധ്യാപകരെ ബഹുമാനിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, ഒബ്ലിഗേഷനാണ്, അതൊരു ബാധ്യതയാണ്. ചിൽഡ്രൻ മസ്റ്റ് ഒബേ ദി പാരൻസ്. ഓക്കെ, ചിൽഡ്രൻ മസ്റ്റ് ഒബേ ദി പാരൻസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ചിൽഡ്രൻ അവരുടെ പാരൻസിനെ ബഹുമാനിക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. വി മസ്റ്റ് കീപ് ദ ക്ലാസ് റൂം ക്ലീൻ. നമ്മൾ ക്ലാസ് റൂം ക്ലീനായിട്ട്, വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ പറയാൻ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ മസ്റ്റിന് രണ്ട് ഉപയോഗമാണ് പഠിച്ചത്. ഒന്ന്, ആദ്യം പറഞ്ഞെന്താണ്? മസ്റ്റ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കമ്പൾഷൻ, നിർബന്ധം പറയാൻ. പിന്നെ ഒബ്ലിഗേഷൻ, ബാധ്യത പറയാൻ. മൂന്നാമതായിട്ട് നെസസിറ്റി, ആവശ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ. ഐ മസ്റ്റ് ഫിനിഷ് ദിസ് ബുക്ക് ടുഡേ. ഞാൻ ഈ പുസ്തകം, അല്ലെങ്കിൽ എനിക്ക് ഈ പുസ്തകം ഇന്ന് തന്നെ വായിച്ചു തീർക്കണം. ഐ മസ്റ്റ് ഫിനിഷ് ദിസ് ബുക്ക് ടുഡേ. ഐ മസ്റ്റ് ഡ്രിങ്ക് മോർ വാട്ടർ. ഞാൻ കൂടുതൽ വെള്ളം കുടിക്കണം, എനിക്ക് കൂടുതൽ വെള്ളം കുടിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന അർത്ഥത്തിൽ നെസസിറ്റിയാണത് അല്ലേ. വി മസ്റ്റ് ലീവ് നൗ. അതൊരാവശ്യമാണ്, നമ്മളിപ്പോൾ പോകണം. വി മസ്റ്റ് ഡു ദാറ്റ്. അപ്പോൾ മസ്റ്റ് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഇടം എന്ന് പറയുന്നത് നെസസിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി നാലാമതൊരു ഇടം എന്ന് പറയുന്നത് ആയിരിക്കും, ആയിരിക്കണം, ലൈക്ലിഹുഡ്, ഒരു ഗസ്, സാധ്യത, ഊഹിച്ചു പറയാൻ വേണ്ടിയിട്ട്. ഇറ്റ് മസ്റ്റ് ബി ദ ഡെലിവറി ഗായ് അറ്റ് ദ ഡോർ. ഇറ്റ് മസ്റ്റ് ബി ദ ഡെലിവറി ഗായ് അറ്റ് ദ ഡോർ എന്ന് പറയുമ്പോൾ മസ്റ്റ് ബി. അപ്പോൾ നമ്മൾ ഊഹം പറയുന്നത് മസ്റ്റ് ബി വെച്ചുകൊണ്ടാണ്. വാതിൽക്കൽ ഡെലിവറി ബോയ് ആയിരിക്കണം. ഹി മസ്റ്റ് ബി ടയേർഡ് ആഫ്റ്റർ സച്ച് എ ലോങ് ട്രിപ്പ്. ഇത്രയും നീണ്ട യാത്രയ്ക്ക് ശേഷം അയാൾ ക്ഷീണിതനായിരിക്കണം. ആയിരിക്കണം, സാധ്യത അല്ലെങ്കിൽ ഊഹം അല്ലേ. ഷീ മസ്റ്റ് ബി ഇൻ എ ഹറി. ഷീ ഡിഡിൻറ്റ് സ്റ്റോപ്പ് ടു ടോക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് റീസൺ ഉണ്ട്. എന്താണ്? ഷീ ഡിഡിൻറ്റ് സ്റ്റോപ്പ് ടു ടോക്ക്. അവൾ സംസാരിക്കാൻ വേണ്ടി നിന്നില്ല. അതുകൊണ്ട് നമ്മളൊരു അനുമാനത്തിലേക്ക് എത്തുകയാണ്, ഒരു ഊഹത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ആ ഊഹം? ഷീ മസ്റ്റ് ബി ഇൻ എ ഹറി. അവൾ ആയിരിക്കണം. അപ്പോൾ ഊഹം പറയാൻ വേണ്ടി, സാധ്യത പറയാൻ വേണ്ടി മസ്റ്റിൻ്റെ കൂടെ ബി കൂടെ ചേർത്ത് മസ്റ്റ് ബി എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ മസ്റ്റ് ബി എന്ന് പറയുന്നൊരു ഫ്രേസാണ് ഇത്തരം കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുക. ഇനി അരുത്, പാടില്ല എന്ന അർത്ഥത്തിൽ പ്രൊഹിബിഷനെ കുറിച്ച് പറയാൻ, വിലക്കുകൾ പറയാൻ വേണ്ടി നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യാറുണ്ട്. യു മസ്റ്റ് നോട്ട് ടോക്ക് ഇൻ ദ എക്സാം ഹാൾ. നിങ്ങൾ പരീക്ഷ ഹാളിൽ സംസാരിക്കാൻ പാടില്ല. സ്റ്റുഡൻറ്റ് മസ്റ്റ് നോട്ട് യൂസ് ഫോൺസ് ഇൻ ക്ലാസ്. ക്ലാസ്സിൽ കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. വി മസ്റ്റ് നോട്ട് മേക്ക് നോയ്സ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിൽ നമ്മൾ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അരുത്, പാടില്ല, വിലക്കുകളെക്കുറിച്ച് പറയാൻ വേണ്ടി മസ്റ്റ് നോട്ട് ഉപയോഗിക്കുന്നു. മസ്റ്റ് നോട്ട്. ഓക്കെ, മസ്റ്റ് നോട്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കാം. മസ്റ്റ് നോട്ട്. തൊട്ടും പറഞ്ഞാൽ മസ്റ്റ് ബി ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഊഹം പറയാൻ വേണ്ടി, അനുമാനം പറയാൻ വേണ്ടിയിട്ട്. ഊഹം, ഓക്കെ, സാധ്യത, അനുമാനം, ഊഹം. ഇവിടെ നമ്മൾ പ്രൊഹിബിഷൻ പറയാൻ വേണ്ടി മസ്റ്റ് നോട്ട് ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് മസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഉപയോഗം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വേർഡാണ് എന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക്
ഈ ഒരു കോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ട് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.